സെയ്ഫ് സൈൻലാബ്ദീൻ റിപ്പോർട്ട് കൂടി കാണാം. 3 ആഴ്ച നീണ്ടുനിന്ന വലിയ പ്രചരണം അത് നിലമ്പൂരിലെ ജനത ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവ് നമ്മൾ രാവിലെ മുതൽ കാണുന്നുണ്ട്. മഴക്കോളുണ്ട്, ചെറിയ ആറ്റുമഴയുണ്ടെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേരുന്നു. സ്ത്രീകളുടെ പങ്കാളിത്തം വലിയ രീതിയിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ചേച്ചി, മഴയാണെങ്കിലും കുഴപ്പമില്ല, വെയിലാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു, വോട്ട് ചെയ്യല്ലേ. നമ്മൾ സ്ഥാനാർത്ഥിയെ നോക്കിയാണോ വോട്ട് ചെയ്യുന്നത് അതോ പാർട്ടിയെ നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോ എന്താ വെച്ചാൽ നമുക്ക് പേരൊന്നും പറയണം. സ്ഥാനാർത്ഥി നോക്കിയാണോ പാർട്ടി നോക്കിയാണോ? നമ്മൾ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടാ വോട്ട് ചെയ്യണം. നമുക്ക് ആരാ ഉപകാരങ്ങൾ ചെയ്യുന്നെങ്കിൽ കൊടുത്തു വോട്ട് ചെയ്യും. നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടോ ആർക്ക് വോട്ട് ചെയ്യണോ? തീരുമാനിച്ചിട്ടുണ്ട്. എത്രാമത്തെ വോട്ടാണ്? കഴിഞ്ഞ ഈ 1 വർഷത്തിനിടെ നിങ്ങൾ നിലമ്പൂരുകാർ 3ാമത്തെ വോട്ടാണ്. നിങ്ങൾക്ക് അതിനകത്ത് വിഷമമില്ല, നിങ്ങൾ വീണ്ടും വോട്ട് ചെയ്യും. ജനാധിപത്യം ജയിക്കട്ടെ എന്നാണ്. വോട്ട് നേരത്തെ തീരുമാനിച്ചാണോ ആർക്ക് ചെയ്യണമെന്ന്? നേരത്തെ തീരുമാനിച്ചാണോ? സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷമാണോ അതിനു മുമ്പാണോ തീരുമാനിച്ചത്? വോട്ട് ചെയ്യാൻ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചിറങ്ങിയതാണ്. ഇത് എത്രാമത്തെ വോട്ടാണ്? 3ാമത്തെ വോട്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2 ലോക്സഭയാണെന്ന് തോന്നുന്നു അല്ലേ? നിയമസഭയിൽ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് ആർക്ക് വോട്ട് ചെയ്യണോ? അതോ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം അതിന് മുമ്പോ? ആദ്യം തന്നെ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് അറിഞ്ഞപ്പോഴേ തീരുമാനിച്ചു. ഒരു പാർട്ടിക്കാണല്ലോ, സ്ഥാനാർത്ഥി നോക്കിയല്ലോ വോട്ട്, പാർട്ടിക്കാണോ? അങ്ങനെ വിവിധ തരത്തിലുള്ള വോട്ടർമാരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ VIP വോട്ടർമാരുണ്ട് ഇവിടെ കേട്ടോ. VIP വോട്ടർമാരെന്ന് പറയുമ്പോൾ ഇത് വഴിക്കടവ് പഞ്ചായത്തിലാണ് നമ്മളുള്ളത്. വഴിക്കടവ് പഞ്ചായത്തിലെ 2 വോട്ടർമാരാണ് ഇത്. നമ്മുടെ ക്യാമറമാൻ ബിബിൻ ജെയിംസിൻ്റെ, ഇപ്പോൾ ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബിബിൻ ജെയിംസിൻ്റെ അച്ഛനും അമ്മയാണ്. അവർ രണ്ടുപേരും ഈ മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ബിബിൻ ജെയിംസ് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന സാഹചര്യത്തിൽ നമ്മളിത് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഓളമൊക്കെ ബിബിന്റെ ക്യാമറയിലൂടെ ഒക്കെ കാണാറുണ്ട്. എന്ത് തോന്നിയിട്ടുണ്ട്? വളരെ സന്തോഷം തോന്നാറുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ആവേശം നിങ്ങൾ ഈ നിലമ്പൂരുകാർ 3ാമത്തെ തവണയാണ് വോട്ട് ചെയ്യുന്നത്. ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ടോ? ഞങ്ങൾക്ക് നല്ല രസമായിട്ടാ തോന്നുന്നത്. അതെയല്ലേ? വിഷമൊന്ന് ഇടയ്ക്കിടയ്ക്ക് വോട്ട് ചെയ്യാലോ. ഇനി 8 മാസം കഴിയുമ്പോൾ വീണ്ടും ചെയ്യണം. ഓക്കെ. ബിബിന്റെ അച്ഛനാണ്. അന്നേരം ഈ 1 വർഷത്തിനിടയിൽ 3ാമത്തെ തവണയാണ്. അന്നേരം വോട്ട് ചെയ്യുന്നതിനകത്ത് സന്തോഷമാണുള്ളത് അല്ലേ? സന്തോഷമാണ്. ഈവൻ ബിബിൻ വന്ന് വോട്ട് ചെയ്യാറുണ്ടോ? ഓൻ വന്ന് വോട്ട് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചു വരുത്തി വോട്ട് ചെയ്യിക്കും നിർബന്ധിച്ച്. ഇപ്പോൾ ക്യാമറ ഒന്ന് പിടിച്ചാലേ നമുക്ക് ബിബിൻ ജെയിംസിന്റെ കൂടി അഭിപ്രായം അതിനകത്ത് തേടണം എന്ന് തോന്നുന്നു. അത് ബിബിന് അഭിപ്രായം പറയും. ബിബിനെ ഈ ക്യാമറ ഫേസ് ചെയ്യുന്നതിൻ്റെ ഒരു നാണമൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവൻ ക്യാമറ കൊടുക്കുന്നില്ല. എന്തായാലും ഈ തിരക്കിനിടയിൽ അവൻ ഇവിടെ വന്നിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ആർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും തിരക്കിനിടയിലാണെങ്കിലും വന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ചില സമയങ്ങളിൽ പറ്റിയിട്ടില്ല, ചില സമയങ്ങളിൽ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഈ മണ്ഡലത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് ബിബിനും വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. പ്രചരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സാറായിട്ട് എടുക്കുന്നു. എല്ലാവർക്കും 2-3 പാർട്ടിക്കാരും അടിപൊളിയായിട്ട് നിൽക്കുന്നു. മത്സരത്തിൽ തന്നെ ത്രികോണ പോരാട്ടമുണ്ട് ഇവിടെ. ത്രികോണ പോരാട്ടം തന്നെയാണ്, നല്ല പോരാട്ടം തന്നെയാണ്. ഒരു ത്രികോണ പോരാട്ടത്തിന്റെ സ്വഭാവത്തിലേക്ക് മണ്ഡലം എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിരയാണ് നമ്മൾ ഈ ബൂത്തുകളിൽ കാണുന്നത്. അങ്ങനെ വലിയ ആവേശം നമുക്ക് എല്ലായിടത്തും നിലമ്പൂർ മണ്ഡലത്തിന്റെ എല്ലാ കോണുകളിലും നമുക്ക് ഈ ആവേശം കാണാൻ കഴിയുന്നുണ്ട്. അത് വഴിക്കടവ് പഞ്ചായത്തിൽ ഒട്ടും കുറവില്ല. നല്ല മഴക്കോളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഈ വോട്ടെടുപ്പിന്റെ ആവേശത്തെ, വോട്ട് ചെയ്യാനുള്ള ആവേശത്തെ അത് തണുപ്പിക്കുന്നില്ല.